നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസം റെസിപ്പിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പായസം ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്ന പാത്രവും തവിയും നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതായിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പായസത്തിൽ പാൽ ചേർക്കുന്ന സമയത്ത് പാൽ പിരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. കാഷ്യൂനട്ട് ചെറുതായി ബ്രൗൺ കളറായി വരുന്നത് വരെ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. കാഷ്യൂനട്ട് ഇതുപോലെ കളർ മാറി വരുമ്പോൾ ഉണക്കമുന്തിരി അഥവാ കിസ്മിസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് ഇളക്കുക. ഉണക്കമുന്തിരി ബലൂൺ പോലെ വീർത്തു തുടങ്ങുന്നതുവരെ വേണം ഫ്രൈ ചെയ്യാൻ. ഉണക്കമുന്തിരി ഇതുപോലെ വീർത്തു വന്നു കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് പാനിൽ നിന്നും കോരിയെടുക്കുക. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂവും ഉണക്കമുന്തിരിയും മാറ്റിവെക്കുക. പിന്നീട് പാനിൽ ബാലൻസ് ഉള്ള നെയ്യിലേക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 150 ഗ്രാമോളം വരും. ഇനി സ്റ്റൗ ഓൺ ചെയ്യുക. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം തുടർച്ചയായി ഇളക്കി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. സേമിയ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്യാൻ. നിങ്ങൾ ഉപയോഗിക്കുന്നത് റോസ്റ്റ് ചെയ്തെടുത്ത സേമിയ ആണെങ്കിൽ നെയ്യിലിട്ട് ഒന്ന് ചെറുതായി ചൂടാക്കിയെടുത്താൽ മതിയാവും. നിങ്ങൾ ഏത് സേമിയ തന്നെ ഉപയോഗിച്ചാലും തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തുടർച്ചയായി ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 3 മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സേമിയ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പാൽ 1/2 ലിറ്റർ ഒഴിക്കുക, അതായത് 2 കപ്പോളം. അതോടൊപ്പം തന്നെ 1/2 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുക. ഇനി തീ കൂട്ടി ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തുടർച്ചയായി ഇളക്കി കൊടുക്കുക. തിളക്കാൻ തുടങ്ങുന്നത് വരെയാണ് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെ തിളക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വയ്ക്കുക. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം തുടർച്ചയായി ഇളക്കി കൊടുത്ത് സേമിയ വേവിച്ചെടുക്കുക. ഇങ്ങനെ തുടർച്ചയായി ഇളക്കിയിട്ടില്ലെങ്കിൽ പായസത്തിൻ്റെ മുകളിൽ പാൽ പാട കെട്ടാൻ സാധ്യത കൂടുതലാണ്. തിളക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളമായിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ കൂടി ഒഴിക്കുക. ഇത് തിളപ്പിച്ച പാലൊന്നുമല്ല, നോർമൽ പാലാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തിളപ്പിച്ച പാലാണ് ഉള്ളതെങ്കിൽ തിളപ്പിച്ച പാൽ ചേർക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുക. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുള്ള ആളുകളാണെങ്കിൽ 3/4 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. ഇനി സ്റ്റൗ അല്പം ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം 2 മിനിറ്റ് തുടർച്ചയായി ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും തീ കൂട്ടി വെച്ച് വീണ്ടും തുടർച്ചയായി ഇളക്കി 2 മിനിറ്റ് വീണ്ടും തിളപ്പിക്കുക. ഇതിപ്പോൾ 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്തിരുന്നാൽ നമ്മുടെ പായസത്തിൻ്റെ മുകളിൽ പാൽ പാട കെട്ടാതിരിക്കും. സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറു ചൂടോട് കൂടി സെർവ് ചെയ്യാവുന്നതാണ്. ഇതൊരു മീഡിയം മധുരത്തിലുള്ള ഒരു സേമിയ പായസമാണ്. ഇത് നമുക്കൊരു 6 പേർക്ക് സെർവ് ചെയ്യാവുന്ന തരത്തിലുള്ള അളവിലുള്ള പായസമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.